രാജ്യസഭ നിർത്തിവെച്ചു. സോറോസ് വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കിരൺ റിജിജു. സോണിയ സോറോസ് ബന്ധം വിശദീകരിക്കണമെന്നാണ് ആവശ്യം. തുടർന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇന്ത്യ ബ്ലോക്ക്. ബഹളത്തെ തുടർന്ന് രാജ്യസഭ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, രാജ്യസഭയിൽ സംഭവിച്ചതെന്ത്? കൃഷ്ണരാജ്, രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ന് പതിവ് പോലെ ഭരണപക്ഷ ബഹളം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പ്രധാനമായും BJP-യും അതോടൊപ്പം തന്നെ NDA-യും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജോർജ് സോറസും അതോടൊപ്പം തന്നെ സോണിയയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സോണിയാഗാന്ധി ചുമതലയിരിക്കുന്ന ഏജൻസിക്ക് ജോർജ് സോറസ് കൃത്യമായി ഫണ്ടിങ് ചെയ്തു എന്നതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും നിലപാട് വ്യക്തമാക്കണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ പ്രധാനപ്പെട്ട ആവശ്യം. NDA ഇക്കാര്യം ഇന്നും ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിച്ചു. ഇതേ തുടർന്ന് വലിയ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭ ശരി, പ്രതിപക്ഷ ബഹളം ഒന്നുകൂടി നമുക്ക് കണ്ട ശേഷം വീണ്ടും ഗൗതമിലേക്ക് വരാം. बाहर जाकर के पब्लिक के सामने में उपराष्ट्रपति का नाम लेकर के आप लोग बेमतलब से आरोप लगाते हैं। आप लोग इस सदन का सदस्य होने का लायक नहीं है। आप चेयर को अगर इज्जत नहीं दे सकते हैं तो इस सदन का सदस्य होने का कोई अधिकार नहीं रखते हैं आप। हम लोग सब कसम खा के आए हैं, शपथ लेके आए हैं। इस सदन का सदस्य का और सरकार में मंत्री के रूप में हमने शपथ खाए हैं। इस देश का सोवरेनिटी का, इस देश का यूनिटी को रक्षा रखने के लिए हम शपथ लेके आए हैं। उपराष्ट्रपति के पद को, उपराष्ट्रपति का गरिमा को अगर आप लोग अटैक करेंगे तो हम बिल्कुल बचाव करेंगे और आप लोगों का जो इंटेंशन है इसको हम कामयाब नहीं होने देंगे। आज जब सोनिया गांधी जी और सोरोस का लिंक का जो नाम आ रहा है, हमने ये लिंक नहीं किया है, ये रिपोर्ट हमारा नहीं है। अंतरराष्ट्रीय जगत में, पूरा दुनिया में ये रिपोर्ट पढ़ रहा है। कांग्रेस का नेतृत्व और सोरोस का OCCRP का जो लिंक है, ये देश के सामने में है। शर्म आना चाहिए आप लोगों को। देश के विरोध में काम करने वाले, भारत के खिलाफ काम करने वालों के साथ आप लोग तालमेल में रहते हैं। जो जॉर्ज सोरोस बोलते हैं, आप लोग भारत में वही भाषा बात करते हैं। हम लोग पूरे इस सदन में जितने भी मेंबर हैं, हम लोग भारत के नाम में एक साथ यूनिटी खड़ा करना चाहिए। आप भारत विरोधियों के साथ खड़ा रहते हो, आप भारत को नुकसान पहुंचाने वाले के साथ में खड़ा रहते हो और फिर आप चेयरमैन के खिलाफ में नोटिस देते हो। ऐसा चेयरमैन मिलना मुश्किल है। हमारा आदरणीय जगदीप धनखड़ जी एक ऐसा नेता है जो इस पद में रह करके भी और इस पद के बाहर भी हमेशा किसानों के लिए बात किया है, हमेशा गरीब तबकों के लिए बात किया है। इस देश को, संविधान को, हमारे देश का जो संविधान है इसको रक्षा करने के लिए हर समय उपराष्ट्रपति जी ने पहल किया है। हम लोग गर्व है आदरणीय जगदीप धनखड़ जी राज्यसभा चेयरमैन के रूप में इस कुर्सी पे आसीन है। हम लोग फक्र महसूस करते हैं और चेयर के खिलाफ कोई भी आप लोग काम करेंगे, इस तरह का नोटिस देने का नाटक करेंगे, हम लोग इसको कामयाब होने नहीं देंगे और पूरा कांग्रेस पार्टी माफी मांगना चाहिए। सोरोस और कांग्रेस नेतृत्व के बीच में क्या रिश्ता है, वो रिश्ता जो है सदन के सामने में आप लोग बताइए और देश के सामने में माफी मांगना चाहिए। मैं सर ये कांग्रेस पार्टी और उसके साथियों का जो हरकत है उसका मैं खंडन करता हूँ सर। ഗൗതമിലേക്ക് വീണ്ടും. ഗൗതം, സോറോസ് സോണിയ ബന്ധത്തിൽ മറുപടി പറയൂ എന്നാണ് കിരൺ റിജിജു ആവശ്യപ്പെടുന്നത്. ഈ ചോദ്യങ്ങളെ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ ബഹളമുണ്ടാക്കുന്ന കോൺഗ്രസും ഇന്ത്യ സഖ്യവും. കൃഷ്ണരാജ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം അനാവശ്യമായി പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. US ഒരു കേസ് അദാനിക്കെതിരെ രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ പലപ്പോഴും വലിയ ബഹളമാണ്
കോൺഗ്രസും അതോടൊപ്പം തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും നടത്തിയത്. ഒടുവിൽ തുടർച്ചയായി ഈ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിൽ നിന്ന് അകലം പാലിച്ചു. കാരണം അത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ മറിച്ചുള്ള വികാരമുണ്ടാകും. സഭാ നടപടികൾ എപ്പോഴും തടസ്സപ്പെടുത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി തുടങ്ങി ചില കക്ഷികൾ എല്ലാ ദിവസവും സഭാ ബഹളത്തിൽ മുക്കുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന സന്ദേശം നൽകിയത്. അതിനുശേഷവും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ BJPക്കും വലിയൊരു ആയുധം വീണ് കിട്ടിയത്. ഈ ജോർജ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ, നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികൾ എന്താണ്. കൃത്യമായി ഭാരത വിരുദ്ധമായ നീക്കങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ തന്റെ പണത്തിന്റെ ബലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശതകോടീശ്വരൻ ജോർജ് സോറസും ഈ നെഹ്റു കുടുംബവും തമ്മിലുള്ള ഒരു വലിയ ബന്ധം അത് കൃത്യമായി മറനീക്കി പുറത്തു വരുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വന്നു. ഇതാണിപ്പോൾ BJP ഉയർത്തി കാണിക്കുന്നത്. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനുമെതിരെ ഉയർന്നിരിക്കുന്നത്. ജോർജ് സൊറോസിന്റെ ഫണ്ടിങ് കൃത്യമായി സോണിയാഗാന്ധി ചെയർപേഴ്സണായിരിക്കുന്ന കമ്പനിക്ക് ലഭിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. അതിനാൽ ഇത് വലിയ ആരോപണമാണെന്നും ഇതിന്റെ വിശദീകരണം കോൺഗ്രസ് നൽകണം എന്ന് മാത്രമാണ് BJPയുടെ ആവശ്യം. അതല്ലാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നോ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്നല്ല, മറിച്ച് എന്താണ് ഇതിന്റെ വസ്തുത എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് വിശദീകരിക്കണം എന്നാണ് ഇന്നിപ്പോൾ കിരൺ റിജിജു ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ BJPയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. ഇത് കേൾക്കാൻ പോലും തയ്യാറാകാതെ വലിയ ബഹളം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതേ തുടർന്നാണ് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഗൗതം, ഇതിപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് ആര് എന്ന ചോദ്യം ഉയർത്തുന്നു. തമ്മിലടി രൂക്ഷമാണ്. അപ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ട് പ്രതിരോധത്തിലാകുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ, അതായത് രാഹുലിനെ മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന മുതിർന്ന നേതാക്കളും മറ്റു കക്ഷികളുമൊക്കെ ഈ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? കൃഷ്ണരാജ്, നിലവിൽ ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസിനോടുള്ള ഒരു അമർഷം പല പാർട്ടികൾക്കുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അത് ഒരുപാട് തവണ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ അദാനിക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ തങ്ങളില്ല എന്ന മമതാ ബാനർജിയുടെ നിലപാട് തന്നെ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള കടുത്ത ഭിന്നതയാണ് രൂപപ്പെടുത്തുന്നത്. മാത്രമല്ല, അടുത്തിടെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിൽ നിന്നും സമാജ്വാദി പാർട്ടി പുറത്തേക്ക് വന്നത് ഇതിന്റെ മറ്റു ചില ലക്ഷണങ്ങളായിരുന്നു. ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകാതിരുന്നത് ഇന്ത്യ മുന്നണിയിലെ ഭിന്നതയാണ്. ഏറ്റവും ഒടുവിൽ CPI ജനറൽ സെക്രട്ടറി D രാജ തന്നെ ഈ കോൺഗ്രസിനെ വിമർശിച്ചു. നമുക്കറിയാം D രാജയൊക്കെ പലപ്പോഴും എന്ത് കോൺഗ്രസ് ചെയ്താലും അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. പക്ഷെ അത്തരം നേതാക്കൾ പോലും അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ചില നിലപാടുകളെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്ന നടപടിയെ അതിനെ പൂർണ്ണമായി ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ രാജ്യസഭയും ലോക്സഭയും വീണ്ടും സമ്മേളിക്കുന്ന ഘട്ടത്തിലും ഈ ജോർജ് സോറസ് വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതേസമയം രാജ്യസഭ നിർത്തിവെച്ചു. സോറസ് വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു കിരൺ റിജിജു. സോണിയ സോറസ് ബന്ധം വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം വെച്ചു. സഭ നിർത്തിവെച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.